വെൽക്കം ടു സാച്ച് മീഡിയ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു കാറിനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാറിൻ്റെ വീഡിയോ ചെയ്യാൻ പ്രത്യേകത എന്ന് പറയുന്നത് ജപ്പാനിലെ ഭയങ്കര ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ളൊരു കാറാണ്. മസ്ഡയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മസ്ഡയുടെ റോഡ്സ്റ്റർ എന്നാണ് ജപ്പാനിൽ അറിയപ്പെടുന്നത്. ഗ്ലോബലി ഇത് മിയാത്ത എന്ന് പറയുന്നത് MX-5 എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കളർ തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു റെഡിഷ് നല്ല സ്റ്റൈലിഷ് കാറാണ്. ഇതിന് ഒരുപാട് കളേഴ്സ് ഇറങ്ങുന്നുണ്ട്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഭയങ്കര റെഡാണ്. ഓക്കെ, ഇത് കൺവേർട്ടബിൾ സ്പോർട്സ് കാറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇത് 4 ജനറേഷൻ കഴിഞ്ഞിട്ട് 4th ജനറേഷനാണ് ഈ കാറ്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കഴിഞ്ഞിട്ട് 4th ജനറേഷൻ 2016 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 4th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് അവാർഡ്സെല്ലാം കിട്ടിയിരിക്കുന്നു. അവാർഡ്സ് ഞാൻ ജസ്റ്റ് നോക്കി വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2016 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഇത് 2016 തന്നെ ഇതിന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 2016 ജപ്പാൻ കാർ ഓഫ് ദി ഇയർ ആയിരുന്നു, വേൾഡ് കാർ ഓഫ് ദി ഇയർ ആയിരുന്നു, പിന്നെ UK കാർ ഓഫ് ദി ഇയർ ആയിരുന്നു, പിന്നെ മൾട്ടിപ്പിൾ ഓട്ടോമൊബൈൽ മാഗസീൻസും ഓൾ സ്റ്റാർ അവാർഡ്സ് ഒരുപാട് ഇതിന് അവാർഡ്സ് കിട്ടി. പിന്നെ അതുമാതിരി ഗിന്നസ് വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സെല്ലിംഗ് 2-seater സ്പോർട്സ് കാർ ഓഫ് ഓൾ ടൈം, 1.2 മില്യൺ യൂണിറ്റ് സോൾഡ് ആസ് ഓഫ് 2024 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ, ഭയങ്കര ക്യൂട്ടായി. മസ്ഡ എന്ന് പറയുന്നത് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു മസ്ഡയുടെ കാർസ്. ഇപ്പം അധികം കാണുന്നില്ല, ഇപ്പോൾ അവരവിടെ സെല്ല് ചെയ്യുന്നില്ല. പക്ഷേ ജപ്പാനിലെ ഭയങ്കര ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള വേണമെങ്കിൽ പറയാൻ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മസ്ഡയാണ്. നമ്മൾ ഒരുപാട് ഇന്ത്യൻസിൻ്റെ കയ്യിൽ ജപ്പാനിൽ ഈ കാറുണ്ട്. അപ്പം ഈ കാറും ഞാൻ ഏകദേശം ഒരു 2-3 വർഷം മുന്നേ എടുത്തിരിക്കുന്ന കാറാണ്. അപ്പം ഇപ്പോഴാണ് ഞാൻ ഒന്ന് റിവ്യൂ റിവ്യൂ എന്നല്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് കൺവേർട്ടബിൾ സ്പോർട്സ് കാറാണ്, 2-seater ആണ്. 2 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ സോഫ്റ്റ് ടോപ്പാണ്, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. മാനുവൽ ഓപ്പൺ ആണ്. ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി തന്നെ ജസ്റ്റ് നീക്കി കഴിയും, ഇത് ഓപ്പൺ ആവും. സോഫ്റ്റ് ടോപ്പ് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെ എന്താണ് പറയാനുള്ളത്, ഭയങ്കര ക്യൂട്ടാണ്, അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഭയങ്കര ഹ്യൂജ് സൈസൊന്നുമല്ല, ഒരു ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സാധനം. അതുമാതിരി ഭയങ്കര ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കളറും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസൈനും അതിൻ്റെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുമാണ് ഈ റെഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റൂഫെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഒരു വ്യൂ ആയിരിക്കും. ഇത് ശരിക്കും 2 വ്യൂ ആണ് നമുക്ക് ഫീൽ. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു വ്യൂ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. ഓക്കെ, നമ്മൾ അതിലോട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് കയറട്ടെ. അപ്പോൾ ഇത് ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവിടെ ഇതൊക്കെ ഒന്ന് മാറ്റിയിക്കട്ടെ. ആരും വേണമെങ്കിൽ ആ സൈഡിലൂടെ വരുന്നു. ഓക്കെ, സ്റ്റിയറിങ് നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയാണ്. അതിൻ്റെ ഒരു ബക്കറ്റ് ടൈപ്പ് സൈൻഡ് ഓഫ് സീറ്റാണ്. പിന്നെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. ഇവിടെ മസ്ഡയുടെ ഒരു സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ കുറച്ചും കൂടി വലിയ സാധനങ്ങൾ അവർ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മോഡലിന് ഈ ഡിസൈൻ ഈ ഒരു സൈസ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ബട്ടൺ, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓണായി. പിന്നെ സീറ്റ് ഹീറ്റർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് ആകെ ഒരു കുറച്ച് ഇൻകൺവീനിയൻസ് തോന്നിയിരിക്കും. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ബാക്കിൽ കാണിച്ചാൽ ബാക്ക് സൈഡിലാണ്. അപ്പോൾ നമുക്കത് വെക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പാസഞ്ചർ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആളടുത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ചെറിയൊരു സ്റ്റോറേജ്, ഇത് ക്യാഷൊക്കെ വെക്കാനേ പറ്റുള്ളൂ. പിന്നെ സ്പോർട്സ് മോഡലുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രസ് ചെയ്യുന്ന സംഭവം ഓക്കെ ജസ്റ്റ് ബാക്കിലോട്ട് പുഷ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സാധനം അങ്ങനെ ഓപ്പണായി. അത് വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരു വ്യൂ എടുക്കും അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള. ഇതൊരൊറ്റ സ്ട്രെച്ചിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ഡ്രൈവ് ചെയ്യാം. ഞാൻ ഇച്ചിരി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാമല്ലോ, എന്നിട്ട് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യും. ഞാനിപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. സീറ്റ് ബെൽറ്റ് എല്ലാം ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഇത് കയ്യിൽ തന്നെ പിടിച്ചിട്ട് പറയാം. ഇത് ഓട്ടോമാറ്റിക്കാണ്. ജസ്റ്റ് ഡ്രൈവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പടയ്ക്കാം. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്യുന്ന തണുപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്തു. പക്ഷെ ഇന്ന് നല്ല ക്ലൈമറ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ലുക്കാണ് സംഭവത്തിന്. നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴും ഇത് ശരിക്കും ഒന്നാമത് ഈ ലൈറ്റിലും ഒക്കെ കൂടി വരുമ്പോൾ എസ്പെഷ്യലി ഇത് നൈറ്റിലൊക്കെ പോകുമ്പോഴാണ് ഭയങ്കര അടിപൊളി. നൈറ്റിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ കളറും ആ ലൈറ്റും ഈ റെഡ് കളറും അതും കൂടി അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷനാണ്.
പിന്നെ ഭയങ്കര ഇത് 2 വേരിയൻസാണ് വരുന്നത്. ഒന്ന് 1.5 ലിറ്ററും ഒന്ന് 2.0 ലിറ്ററും. അപ്പോൾ ഇത് 1.5 ലിറ്ററാണ്, ഇത് സോഫ്റ്റ് ടോപ്പാണ്. മറ്റേത് വേറൊരു ടൈപ്പ് ഓഫ് ഇതുള്ളതാണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ബേസിക്കലി ഭയങ്കര പുള്ളിങ്ങാണ്, ചെറിയ വണ്ടിയാണ്. ഏകദേശം എനിക്ക് 1000 സംതിങ് എത്രയോ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. പിന്നെ അടിപൊളിയാണ്, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങോട്ട് പോവാം, പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകും. ഇപ്പോൾ 1.5 cc ആണെങ്കിലും വണ്ടിയുടെ വെയിറ്റ് കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫോഴ്സിലാണ്ട് എടുത്ത് പോകും. പിന്നെ അതിന് സ്പോർട്സ് മോഡുണ്ട്. സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടെല്ലാം മാറും. സൗണ്ട് മാറി പിന്നെ അതുമാതിരി ആ പുള്ളിങ്ങും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ്. ജസ്റ്റ് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വെച്ചതൊന്ന് കാണാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളിനി പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു ദ വീഡിയോഗ്രാഫർ ആരവ് സാജൻ. ഓക്കെ, ബൈ, സീ യു. നമ്മളിതൊരു ഷോപ്പിൽ വന്നതാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യുന്ന വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു കൈ കൊണ്ട് പാർക്ക് ചെയ്യുന്ന റിസ്ക് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ താഴെ വയ്ക്കാം. ഇത് സൈസ് കുറവായതാണ്, നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും ഇത് ഓക്കെ. എന്തായാലും റൂഫ് ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഇത് ഇവിടെയാണ് അതിൻ്റെ ബട്ടൺ ബാക്കിൽ വരുന്നത്. പ്രസ് ചെയ്യുക, കൈ കൊണ്ട് ജസ്റ്റ് പുഷ് ചെയ്യുക, എടുക്കുക, ലോക്ക് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശരി, അപ്പം താങ്ക് യു അഗെയിൻ ഫോർ വാച്ചിങ്. ഞങ്ങൾ ഷോപ്പിൽ പോട്ടെ. ബൈ.